ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ് ഇൻവെസ്റ്റേഴ്സ്. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. അതെ, നമ്മൾ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തു. അതിനുശേഷം യൂറോപ്യൻ മാർക്കറ്റ് വലിയ തോതിൽ വോളറ്റിലായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റും വോളറ്റിലാണ്. പക്ഷേ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യ വിക്സ് 10% ക്രാഷ് ചെയ്തിരുന്നു. മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മാർക്കറ്റിൽ നിന്ന് GDP ഡേറ്റ വന്നിരുന്നു. GDP ഡേറ്റ 0.2% ഒരു ഫോള് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്കിലും ട്രംപിൻ്റെ ആ ഒരു താരിഫ് നയത്തിനെതിരെ US ഫെഡറൽ കോർട്ട് അത് തടയുന്നതിനെ സംബന്ധിച്ചുള്ളൊരു വിധി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വീക്കായിട്ടുള്ള GDP ഡേറ്റ ആയിരുന്നിട്ട് പോലും മാർക്കറ്റ് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവിലാണ് ട്രേഡിങ് തുടരുന്നത്. ഇന്ത്യയുടെ GDP ഡേറ്റ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്ന് അപ്പോളോ ഹോസ്പിറ്റൽ, ഐഡിയ, നെയ്ക്ക, ജീനസ് പവർ, അതുപോലുള്ള KNR കൺസ്ട്രക്ഷൻ തുടങ്ങിയ കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ടും ഇന്ന് വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം, നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, ഡോ പോസിറ്റീവായിരുന്നു. എന്നാൽ അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവിലാണ്. പിന്നെ കുറച്ച് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 600 പോയിൻറ്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ $2,700 ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. പൊതുവെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സാണ് ഉള്ളത്. പക്ഷേ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ട്രെൻഡിങ് ഡേ ആയിട്ടാണ് പൊതുവേ വരാറ്. ട്രെൻഡിങ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലേക്കും വരാം. വെള്ളിയാഴ്ച അങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കാറില്ല പൊതുവേ. പുതിയ മന്ത്ലി എക്സ്പയറീസൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. എനിവേ, കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, ട്രേഡ് എല്ലാം തന്നെ ചെയ്യാൻ അപ്സ്റ്റോക്ക് എന്ന് പറഞ്ഞ ബ്രോക്കർ, ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. പല ആളുകളും ചോദിക്കാറുണ്ട് ഏതാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ ബ്രോക്കർ എന്നുള്ളത്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉപയോഗപ്പെടുത്താം. സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ വരുമ്പോൾ ബജാജ് ഓട്ടോ നെറ്റ് പ്രോഫിറ്റ് 6% ഇയർ ഓൺ ഇയർ ഉയർന്ന് 2049 കോടി രൂപ കരസ്ഥമാക്കി. SGVN കമ്പനി ഇത്തവണ ലോസാണ് റിപ്പോർട്ട് ചെയ്തത്. 127 കോടി രൂപ ലോസ്. കഴിഞ്ഞ തവണ 61 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നതായിരുന്നു. NBCC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 30% ഇയർ ഓൺ ഇയർ ഉയർന്ന് 176 കോടി രൂപ കരസ്ഥമാക്കി. MSTC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 75 കോടി രൂപയാണ്. 251 കോടി രൂപയിൽ നിന്ന് 70% നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിരുന്നു MSTC കമ്പനി. ഗുജറാത്ത് പിപവാർ പോർട്ട് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 70% ഇയർ ഓൺ ഇയർ ഉയർന്ന് 112 കോടി രൂപ കരസ്ഥമാക്കി. ലെമൺ ട്രീ ഹോട്ടൽ നെറ്റ് പ്രോഫിറ്റ് 26% ഉയർന്നു 67 നിന്ന് 84 കോടി രൂപ കരസ്ഥമാക്കി. മസഡോൺ ഡോക് ബിൽഡേഴ്സ് കമ്പനി 662 കോടി രൂപയിൽ നിന്ന് 50% നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞ് 325 കോടി രൂപയാണ് കരസ്ഥമാക്കിയുള്ളൂ. അമരരാജ ബാറ്ററി കമ്പനിയാണ് നെറ്റ് പ്രോഫിറ്റ് 29% ഇടിവ് രേഖപ്പെടുത്തി. പ്രൊക്ടീൻ ആൻഡ് ഗ്ലാമർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 31% സ്പൈക്ക് ചെയ്തു, ഉയർച്ച രേഖപ്പെടുത്തി. ഒല കമ്പനി നെറ്റ് ലോസാണ് കമ്പനി ഉള്ളത്. കമ്പനി തവണ 870 കോടി രൂപ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. 416 കോടി രൂപയായിരുന്നു ലോസ് ഉണ്ടായിരുന്നത്. സൺടെക് റിയാലിറ്റി കമ്പനി 2.5 ഏക്കർ ലാൻഡ് ബോംബെയിലെ അന്ധേരിയിൽ അക്യൂർ ചെയ്തിട്ടുണ്ട്, റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ICRA കമ്പനി റേറ്റിംഗ് ഏജൻസിയാണ്. 18% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 55 കോടി രൂപ കരസ്ഥമാക്കി. ശോഭ റിയാലിറ്റി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 7 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് 40 കോടി രൂപയിലേക്ക് ഉയർന്നു. സിസിലോൺ കമ്പനിയും അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 365% ഉയർന്നു 1182 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 73 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭ ദിനം. വീണ്ടും താങ്ക് യു ഓൾ.